ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ യുദ്ധത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു ഘടകം ഗൾഫ് രാജ്യങ്ങൾ തമ്മിലെ ബന്ധമാണല്ലോ. ആദ്യഘട്ടത്തിൽ ഇറാൻ്റെ പ്രഹരം ഏറ്റവും കൂടുതൽ നേരിട്ടത് UAE ആണ്. അവരുടെ ടൂറിസത്തെ കാര്യമായി ബാധിച്ചു ഈ യുദ്ധം. ലോകത്തെ സുരക്ഷിത സ്ഥാനമെന്ന ഖ്യാതിയും ഇറാൻ്റെ മിസൈൽ വർഷത്തോടെ പോയി കിട്ടുകയും ചെയ്തു. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ OPEC+ കൂട്ടായ്മകളിൽ നിന്ന് UAE മാറിയതാണ്. അവർ സ്വതന്ത്രമായി എണ്ണ വിൽക്കുന്നുമുണ്ട്. പക്ഷേ അമേരിക്കൻ കേന്ദ്രങ്ങൾ ഉള്ളതുകൊണ്ട് ഇറാൻ ഇപ്പോഴും അവരെ ആക്രമിക്കുന്നുമുണ്ട്. ഇനി UAEയും സൗദിയുടെ വഴി തിരഞ്ഞെടുക്കുമോ? ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് UAE രംഗത്ത് വന്നിട്ടുണ്ട് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സൗദിയുടെ കാര്യം ചർച്ച ചെയ്തിരുന്നു. സൗദിയുടെ വഴി UAE തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നതാണ് ചോദ്യം. UAEയുടെ നിലപാട് ഒരു പ്രഹേളികയായി തുടരുകയാണ്. നമുക്കറിയാമല്ലോ, ഏറ്റവും അധികം ഇന്ത്യക്കാർ ഗൾഫ് രാജ്യങ്ങളിലുള്ളത് UAEയിലാണ്. അവിടെ അബുദാബി വലിയ എണ്ണ സമ്പന്നമായ എമിറേറ്റാണ്. ദുബായ് ഒരു ഫ്രീ പോർട്ടാണ്. വലിയ വ്യാപാര വാണിജ്യ വിപണന സാധ്യതയുള്ള പ്രദേശമാണ്. ഷാർജ, റാസ് അൽ ഖൈമ, ഫുജൈറ മുതലായ ഇടങ്ങളിലൊക്കെ ഇന്ത്യൻ സാന്നിധ്യം വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, ഒരു സ്റ്റേബിൾ ഇക്കോണമി ഗൾഫ് പ്രദേശത്തെ, പേർഷ്യൻ ഗൾഫ് മേഖലയിലെ ഏറ്റവും ശക്തമായ സ്റ്റേബിളായ സമ്പദ് വ്യവസ്ഥയായി കരുതപ്പെടുന്നത് പൊതുവെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയാണ്. എമിറേറ്റുകളുടെ ഒരു കൂട്ടം എന്ന നിലയിൽ. അപ്പോൾ അത് GCC മേഖലയിലെ ഒരു അവിഭാജ്യ ഘടകവുമാണ്. OPECൻ്റെ ഫൗണ്ടിങ് മെമ്പർ അല്ല 1960 തുടങ്ങിയ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. അതിൻ്റെ ഫൗണ്ടിങ് മെമ്പർ സൗദി ആണ്. സൗദി ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങളാണ് ആദ്യം 1960 ഈ അമേരിക്കയുടെ 7 സിസ്റ്റേഴ്സ് അമേരിക്കൻ ഓയിൽ കമ്പനികൾ അവർ നിയന്ത്രിക്കുന്ന ഒരു എണ്ണ ഘടന, ലോകത്തിൻ്റെ എണ്ണ ഘടനയ്ക്കെതിരെ ഈ കുറേ രാജ്യങ്ങൾ, എണ്ണ ഉത്പാദക രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് അതിനെ കാർട്ടലുകളിലൂടെ നേരിടാം എന്നൊരു ചിന്തയിൽ നിന്നുകൊണ്ടാണല്ലോ OPEC ഉണ്ടാകുന്നത്. 1960 തുടങ്ങിയ OPECൽ 1967 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അംഗത്വം എടുക്കുകയാണ്. അതുമുതൽ ഈ കഴിഞ്ഞ മെയ് മാസം 1-ാം തീയതി 2026 മെയ് 1-ന് ഔപചാരികമായി പുറത്തു പോകുന്നത് വരെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് OPECലെ അംഗരാജ്യം ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് പുറത്തു പോയി എന്നത് ഇപ്പോഴും നിഗൂഢമായി തുടരുന്നു. പക്ഷേ സൗദി അറേബ്യയുടെ വലിയേട്ടൻ നിലപാട് OPECനുള്ളിൽ 10-12 രാജ്യങ്ങളാണ് OPECൽ അവസാനം അവശേഷിച്ചത്. അതിൽ തന്നെ ചില രാജ്യങ്ങൾ പുറത്തോട്ട് പോയി. ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പുറത്തേക്ക് പോയി. അതുമാത്രമല്ല, OPECനോടൊപ്പം ഇപ്പോൾ ചേർന്നുകൊണ്ട് OPEC+ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇങ്ങനെ വാതകവും എണ്ണയുമൊക്കെ കുറച്ച് ഉള്ള കൂടുതൽ രാജ്യങ്ങൾ ഒരു അമേരിക്ക നയിക്കുന്ന ഒരു ക്രമത്തിന് ഉപരിയായി ലോകത്തെ കാണാൻ ആഗ്രഹിക്കുന്ന ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ, അംഗോള പോലെയുള്ള രാജ്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗവുമാണ്. അപ്പോൾ എന്തിന് അങ്ങനെ ഒരു സുരക്ഷാ കവചം ഉണ്ടായിരിക്കെ ലോകത്തിൻ്റെ 42% എണ്ണയുടെ നിയന്ത്രണം OPECൻ്റെ കയ്യിലാണ്. അതിനർത്ഥം ഒരു സിംഗിൾ ലാർജസ്റ്റ് ബ്ലോക്കാണ് OPEC എന്ന് വേണമെങ്കിൽ പറയാം. OPECൻ്റെ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ അവർ കാർട്ടലുകൾ ഉണ്ടാക്കും, ഓയിൽ കാർട്ടൽസ്. അതായത് ഒരു സമ്മർദ്ദ ഗ്രൂപ്പാണ്. പരസ്പരം സഹായിച്ചുകൊണ്ട്, സഹകരിച്ചുകൊണ്ട് ഒരുമിച്ച് തീരുമാനമെടുക്കാം അവരെത്രത്തോളം എണ്ണ ഉത്പാദിപ്പിക്കണം. ഓരോ രാജ്യത്തിനും ഖൗട്ട നിശ്ചയിക്കും. ഇൻവേരിയബിളി അതിൻ്റെ ലാർജസ്റ്റ് ഖൗട്ട, ഉത്പാദന ഖൗട്ട എപ്പോഴും ലഭിക്കുന്ന സൗദി അറേബ്യയ്ക്കാണ്. ഒരു രാജ്യത്തിൻ്റെ എണ്ണ ശേഖരത്തിൻ്റെ ആനുപാതികമായി, അവരുടെ ഇക്കോണമിയുടെ ആവശ്യത്തിന് ആനുപാതികമായി പരസ്പരം ചർച്ച ചെയ്തൊരു ധാരണയിലെത്തിയാണ് ഖൗട്ട നിശ്ചയിക്കേണ്ടത്. അതുമാത്രമല്ല, എന്തായിരിക്കണം വില? അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് ഒരു മാനേജബിൾ ലിമിറ്റിൽ എത്തി നിർത്താൻ വേണ്ടി ഉത്പാദനം ഒന്ന് കൂട്ടും. അപ്പോൾ സ്വാഭാവികമായി അവൈലബിലിറ്റി ഓഫ് ക്രൂഡ് ഓയിൽ ഇൻ ദ മാർക്കറ്റ് കൂടും, വില ലേശം കുറയും. ഇനി അഥവാ എണ്ണ വില, അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണ വില പല കാരണങ്ങളാൽ ഭീതിതമായ രീതിയിൽ ഇടിയുകയാണ്, ഏതാണ്ട് $30-40 പെർ ബാരൽ ലെവലിലേക്ക് വരികയാണെങ്കിൽ OPECന് വേണമെങ്കിൽ എണ്ണ ഉത്പാദനം വൻതോതിൽ വെട്ടിക്കുറച്ചുകൊണ്ട് മാർക്കറ്റിലെ ക്രൂഡ് ഓയിൽ അവൈലബിലിറ്റി കുറച്ചുകൊണ്ട് വന്നതിന് ശേഷം വിലകൾ ക്രമീകരിക്കാൻ കഴിയും. ഇത് പലപ്പോഴും അമേരിക്കയ്ക്കും മറ്റ് എണ്ണ ഉത്പാദക രാജ്യങ്ങൾക്കും ഒരു വെല്ലുവിളിയായി പലപ്പോഴും തോന്നുന്നു. OPECൻ്റെ മേലുള്ള ഒരു നിയന്ത്രണം ആർക്കും സാധിക്കാത്ത രീതിയിൽ. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ വല്ലാതെ ദുഃഖത്തിലായിരുന്നു. OPEC നിയന്ത്രിക്കുന്ന എണ്ണ വില, അതനുസരിച്ച് ഭീമമായ വില കൊടുത്ത് എണ്ണ വാങ്ങേണ്ട ഗതികേടിലാണ്. ഈ
ഒപെക് കൺട്രോൾഡ് ഓയിൽ റെജിമൻ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്ന് പല രാജ്യങ്ങളും ആഗ്രഹിച്ചിരുന്നു. അമേരിക്കയും അത് ആഗ്രഹിച്ചിരുന്നു. അമേരിക്കയുമായി സുഹൃത്ത് ബന്ധമുള്ള രാജ്യങ്ങളാണ് ഒപെക്കിലെ പല രാജ്യങ്ങളും. അതൊക്കെ മറക്കുന്നില്ല. പക്ഷേ ഒപെക് അങ്ങനെ അങ്ങ് പ്രധാനപ്പെട്ട ഒരു എണ്ണ കൺട്രോൾ ചെയ്യുന്നൊരു മേഖലയായി മാറേണ്ട, തങ്ങൾക്കും എണ്ണ വിപണനം ചെയ്യാൻ അവകാശമുണ്ട് എന്നാണ് അമേരിക്ക ചിന്തിച്ചത്. അതനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ പശ്ചിമ ഏഷ്യയിൽ സംഘർഷം ഘനീഭവിച്ചത് എന്നുകൂടി ഇത്തരുണത്തിൽ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. കാരണം അമേരിക്ക ഏറെ എണ്ണ, പ്രകൃതിവാതകം, ഷെയിൽ എല്ലാം തന്നെ സംഭരണമുണ്ട്, റിസർവ്സ് ഉണ്ട്, ഭൂമിക്കടിയിലുണ്ട്. അത് ഉത്പാദിപ്പിക്കുന്നത് ചിലവേറിയ അനുഭവമായതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ കുറച്ചുകൂടി ചിലവ് കുറഞ്ഞ ഇന്ത്യൻ, ഫിലിപ്പീനോ, ശ്രീലങ്കൻ ലേബർ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി ലാഭകരമായി ഉത്പാദിപ്പിക്കാം, തങ്ങൾക്ക് എത്തിച്ചേർന്നാൽ മതിയല്ലോ എന്ന നിലയിൽ നിന്നും തങ്ങളുടെ ട്രേഡ് ഡെഫിസിറ്റ്, വൻപൻ വ്യാപാര കമ്മി, പ്രത്യേകിച്ച് ചൈനയ്ക്കെതിരെയുള്ള 256 ബില്യൺ വാർഷിക വ്യാപാര കമ്മി ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ ഹൈഡ്രോ കാർബൺ, അതായത് ക്രൂഡ് ഓയിൽ ഉത്പാദിപ്പിക്കാൻ എടുത്ത തീരുമാനം, ആ തീരുമാനമാണ് പലപ്പോഴും മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഇപ്പോഴത്തെ സംഘർഷത്തെ ഘനീഭവിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവർ അനേകമാണ്. ആ ഘട്ടത്തിൽ വേണം ഇപ്പോഴിതാ ഒപെക്കിൽ നിന്നും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പുറത്തു പോയിരിക്കുന്നു. അവർ പറയുന്നത് തങ്ങൾക്ക് സ്വന്തമായി നിലപാടുകളുണ്ട്. ഒപെക്കിൻ്റെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് തങ്ങൾക്ക് ഖോട്ട അനുവദിക്കുമ്പോൾ തങ്ങളുടെ ആവശ്യത്തിനുള്ള എണ്ണ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. നിയന്ത്രണങ്ങളാണ്. അതുകൊണ്ട് കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട്. ഇപ്പോൾ നിലവിൽ 4.8 മില്യൺ ബാരൽസ് പെർ ഡേ ആണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഉത്പാദനം. അത് ഒരു 20% 30% കൂട്ടിക്കൊണ്ട് വരാൻ കഴിയും. അതാണ് ഒരു ആർഗ്യുമെൻറ്റ്. രണ്ട്, പലപ്പോഴും ഉപരോധം കാരണം, പ്രത്യേകിച്ച് ഈ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമ്പോൾ പല രാജ്യങ്ങൾക്കും ബുദ്ധിമുട്ടാണ് എണ്ണ പുറത്തോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് ഒരു ഈസ്റ്റ് വെസ്റ്റ് ഒരു എണ്ണ പൈപ്പ് ലൈൻ ഉണ്ട്. UAE-യുടെ ഈ ഒമാൻ തീരത്തോട് ചേർന്നുള്ള, ഒമാൻ കടൽ തീരത്തോട് ചേർന്നുള്ള തുറമുഖമാണ് ഫ്യുജൈറ തുറമുഖം. അവിടേക്ക് എത്തിച്ചേരാൻ ഏറ്റവും പ്രധാനപ്പെട്ട അബുദാബി ഉൾപ്പെടെയുള്ള എമിറേറ്റുകൾ ഉത്പാദിപ്പിക്കുന്ന എണ്ണ പമ്പ് ചെയ്ത് വലിയ ജൈജാൻറ്റിക് പൈപ്പ് ലൈൻസിലൂടെ അങ്ങ് കിഴക്ക് ഭാഗത്ത് മറ്റൊരു കടലിൽ, അതായത് പേർഷ്യൻ ഗൾഫ് മേഖലയ്ക്ക് പുറത്ത്, ഹോർമൂസിനും വെളിയിൽ, അത് ഒമാൻ ഉൾക്കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖത്തേക്ക് എത്തിച്ചാൽ അവിടെ നിന്നും വിപണനം സാധ്യമാണ്. അതാണ് മറ്റൊരു സാധ്യത. മറ്റൊന്ന്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി സ്വതന്ത്രമായ വ്യാപാര കരാറുകളിലേക്ക് നീങ്ങുകയാണ് UAE. അതായത് സ്വതന്ത്ര കറൻസിയിൽ, ഇന്ത്യൻ കറൻസിയിൽ ഇപ്പോൾ UAE-യിൽ നിന്നും എണ്ണ വാങ്ങാൻ കഴിയും എന്നതാണ് പുതിയ എഗ്രിമെൻറ്റ്. അത് വലിയ ആശ്വാസമാണ്. പ്രഷ്യസ് ഡോളർ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ കഴിയും. നമ്മുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലെ ഡോളർ കമ്പോണൻറ്റ് നമുക്ക് നിലനിർത്താൻ കഴിയും. അത് ഡോളറുമായ ഇന്ത്യൻ കറൻസിയുടെ വില പിടിച്ചു നിർത്താൻ പര്യാപ്തമായ ഒന്നാണ്. അത് നമുക്ക് നല്ലതാണ്. അതുകൊണ്ടൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒപെക്കിൻ്റെ കൺട്രോളിലായി കഴിഞ്ഞാൽ ഒപെക്ക് തീരുമാനിക്കുന്ന രീതിയിൽ മാത്രമേ കച്ചവടം നടത്താനാവൂ. അതുകൊണ്ട് ഖോട്ട സിസ്റ്റത്തിന് പുറത്തു പോയിരിക്കുന്നു. അതാണ് മറ്റൊരു ഡയമെൻഷൻ. ഇനിയുമാണ് ഇറാനുമായുള്ള ബന്ധം. ഇറാനുമായി ഇണങ്ങിയും പിണങ്ങിയും തന്നെയാണ് UAE ചരിത്രപരമായി കഴിഞ്ഞത്. സമാനമായ താല്പര്യങ്ങളുണ്ട്, എണ്ണ താല്പര്യങ്ങളുണ്ട്. ഒപെക്കിൽ ഒരിക്കൽ ഒരുമിച്ച് മെമ്പേഴ്സായിരുന്നു. പക്ഷേ ഭൂമിക്ക് വേണ്ടിയുള്ള ചില പോരാട്ടങ്ങളെങ്കിലും നടന്നിട്ടുണ്ട്. അത് കൃത്യമായി പറഞ്ഞാൽ ഈ 3 ദ്വീപുകൾ, അത് ഒന്ന് അബുമൂസ ദ്വീപാണ്. അത് UAE-യോട് കുറച്ച് വടക്ക് മാറിക്കിടക്കുന്ന പേർഷ്യൻ ഗൾഫിലെ ഹോർമൂസ് പ്രദേശത്തെ ഒരു ദ്വീപാണ്. അതുപോലെ ഗ്രേറ്റർ തൻബ്, അതുപോലെ ലെസ്സർ തൻബ്. അപ്പം ഗ്രേറ്റർ തൻബും ലെസ്സർ തൻബും എന്ന് പറയുന്ന 2 ദ്വീപുകൾ, ചെറിയ ദ്വീപുകളാണ്. ഈ ദ്വീപുകൾ 1971 ഷാ ഭരണകൂടത്തിൻ്റെ കാലത്ത്, അമേരിക്കൻ പിന്തുണയുള്ള ഷാ ഭരണകൂടത്തിൻ്റെ കാലത്താണ് ഇറാൻ ബലം പിടിച്ച് എടുത്തു. അവിടെ UAE-ക്ക് ഒരു കണ്ണുണ്ടായിരുന്നു, UAE-ക്ക് ചെറിയ സാന്നിധ്യമുണ്ടായിരുന്നു. അത് ഇറാൻ ശക്തമായ സൈന്യമല്ലേ, ഇറാൻ അന്നും ശക്തമായ സൈന്യമല്ലേ. അപ്പോൾ അന്ന് അമേരിക്ക ഒന്നും ആക്റ്റീവായിട്ട് രംഗത്ത് വന്നിട്ടില്ല. ഇറാനും അമേരിക്കയും വളരെയധികം യോജിച്ച് നിൽക്കുന്ന കാലമാണ്. ഇസ്രായേലുമായി ഇറാന് നല്ല ബന്ധമുണ്ടായിരുന്ന ഒരു കാലമാണ് ഷാ ഭരണകൂടത്തിൻ്റെ കാലം. പിന്നീടാണ് 1979 ഇസ്ലാമിക വിപ്ലവം, അയത്തുള്ള റൂഹുല്ല ഖൊമൈനി നയിച്ച ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് ഇസ്രായേൽ ഇറാൻ ബന്ധം തെറ്റുന്നതും അമേരിക്ക ഇറാൻ ബന്ധം
കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു പോകുന്നതും അതുകൊണ്ടാണ്. അമേരിക്കൻ ബന്ദികളെ, അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥന്മാരെ ടെഹ്റാനിൽ തടവിൽ വെക്കുകയും അത് വെച്ച് ഇറാൻ വിലപേശുകയും ഒക്കെ ചെയ്തത് വലിയ അന്നത്തെ ആ 70കളുടെ അവസാനം 1979 വലിയ ഒരു തർക്ക വിഷയം കൂടിയായിരുന്നു. അതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് ടെറിറ്റോറിയൽ ഡിസ്പ്യൂട്ട് ഉണ്ട്. ഇറാൻ കൈവശം വെച്ചിരിക്കുന്ന ഈ 3 ദ്വീപുകൾ, ലെസർ തൻബ് ആൻഡ് ഗ്രേറ്റർ തൻബ് ആൻഡ് അബു മൂസ, ഈ ദ്വീപുകൾ വിട്ടുകിട്ടണമെന്നതാണ് UAEയുടെ ആവശ്യം. അത് ബലം പ്രയോഗിച്ച് ഒരുപക്ഷെ നടക്കില്ല. ഇപ്പോൾ ഇതാ അബു മൂസ ദ്വീപിലേക്ക് അമേരിക്കൻ വ്യോമ ആക്രമണം നടന്നിരിക്കുന്നു. അതിനർത്ഥം ഒരുപക്ഷെ ഈ ദ്വീപുകൾ ഒരുപക്ഷെ ഇറാൻ്റെ കൈവശത്ത് നിന്ന് പെട്ടെന്ന് തന്നെ മോചിപ്പിക്കാൻ ഒരുപക്ഷെ അമേരിക്ക ഒരു ശ്രമം നടത്തിയേക്കാം. ആ ശ്രമം വിജയിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ ദ്വീപുകളാണ്, അത് ഭൂമിശാസ്ത്രപരമായി തന്ത്രപ്രധാനമായ സ്ഥാനത്താണ്. UAEക്ക് അത് വളരെ പ്രഷ്യസാണ്. അപ്പോൾ അവിടെ ഒരു അമേരിക്കൻ ഇടപെടൽ ഒരു പക്ഷേ UAE ആഗ്രഹിക്കുന്നുണ്ടാകും. അതേക്കുറിച്ച് പരസ്യമായി പ്രസ്താവനകൾ നടത്താൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തയ്യാറായിട്ടില്ല എന്നുകൂടി ഓർക്കണം. അതുമാത്രമല്ല, ഒരു ഹോർമൂസിന് ചേർന്ന് കിടക്കുന്ന രാജ്യമാണ് UAE എന്നുകൂടി ഓർക്കണം. UAEയുടെ വടക്കൻ പ്രദേശം, അതുപോലെ ഒമാൻ്റെ വടക്കൻ പ്രദേശം എല്ലാം തന്നെ ഹോർമൂസ് കടലിടുക്കിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമാണ്, തെക്കൻ കരയുടെ ഭാഗമാണ്. ഇവിടെ ആത്യന്തികമായി ഒരു ഡീല് വേണ്ടി വന്നാൽ, ഇറാനുമായി ആത്യന്തികമായി ഒരു ഡീലിൽ ഏർപ്പെടേണ്ട അവസരമുണ്ടായാൽ, ഹോർമൂസ് നേരിട്ട് ഹോർമൂസിനോട് അതിർത്തിയുള്ള 3 രാജ്യങ്ങൾ ഇറാൻ, UAE ആൻഡ് ഒമാൻ, ഈ 3 രാജ്യങ്ങൾ മാത്രം ചേർന്നുകൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ ഫോർമുല മുന്നോട്ട് വയ്ക്കേണ്ടി വന്നാൽ അതിനുള്ള ഓപ്ഷനും കളയാനാവില്ലല്ലോ. അതേസമയം അമേരിക്ക നൽകുന്ന ഒരു സുരക്ഷ ഉണ്ട്. അമേരിക്കൻ സേനാ താവളങ്ങളുണ്ട്. അമേരിക്കൻ സേനാ താവളങ്ങളിൽ നിന്നും വിമാനങ്ങൾ ഇറാന് നേരെ ഉപയോഗിക്കരുത് എന്നാണ് ആദ്യം UAE പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് അമേരിക്കൻ താവളങ്ങൾ ഒരുപക്ഷെ ഉപയോഗക്ഷമമായിട്ടുണ്ടാവാം യുദ്ധം മാറിയ സാഹചര്യത്തിൽ. പക്ഷേ ആത്യന്തികമായി ഈ തർക്കത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ UAE തയ്യാറാവുന്നില്ല. ഒരുപക്ഷെ ഏറ്റവും അധികം പ്രഹരമേറ്റത് ബഹ്റൈനും ഖത്തറിനുമാണെങ്കിലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഇക്കോണമിയാണ് ഇത് വലുതായി ബാധിച്ചിരിക്കുന്നത്. വലിയ എണ്ണ റിസർവ്സ് ഉള്ളതുകൊണ്ടും വലിയ രീതിയിൽ അസറ്റ്സിൻ്റെ റിസർവ്സ് ഉള്ളതുകൊണ്ടും UAEയിൽ ഇപ്പോഴെങ്ങും അതിൻ്റെ സമ്മർദ്ദം ഫീൽ ചെയ്യില്ല UAE ഇക്കോണമിയിൽ. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇനി എങ്ങനെ ദുബായ് പട്ടണത്തിന് ആ രീതിയിൽ മുൻപത്തേതുപോലെ പ്രഭാവം ചെലുത്താനാവും? അവിടെ എണ്ണയല്ലല്ലോ പ്രധാനപ്പെട്ട കാര്യം. ദുബായിൽ വലിയ രീതിയിൽ ലോകത്തെമ്പാടുമുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഫ്രീ പോർട്ട് എന്ന നിലയിൽ വിപണനം ചെയ്യാൻ കഴിയും. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, ഇതൊക്കെ വലിയ വലിയ ആഘോഷമായി ലോകത്തെമ്പാടുമുള്ള സഞ്ചാരികൾ, ടൂറിസ്റ്റുകൾ കടന്നു വന്ന് വാങ്ങിയിരുന്ന സ്ഥലങ്ങളിലെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല. യുദ്ധസമാനമായ അന്തരീക്ഷം ദീർഘമായി നിലനിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ട്രേഡിംഗ് ആൻഡ് ടൂറിസം പൊട്ടൻഷ്യൽ അവസാനിക്കില്ലേ? അതേക്കുറിച്ച് എമിറേറ്റ്സിന് വലിയ ഭയാശങ്കകളുണ്ട്, പ്രത്യേകിച്ചും ദുബായിക്ക് വലിയ ഭയാശങ്കകളുണ്ട്. അത് മാത്രമല്ല, അങ്ങ് ചേർന്ന് കിടക്കുന്ന റാസൽ ഖൈമ പുതിയ കാര്യങ്ങൾ വളരെ ഹിറ്റിംഗ് റേഞ്ചിലാണ്. ഇറാനിൽ നിന്നും വളരെ അടുത്തുള്ള ഹിറ്റിംഗ് റേഞ്ചിലാണ്. എന്ത് കലാപകലുഷിത അന്തരീക്ഷം ആ പ്രദേശത്തുണ്ടെങ്കിലും നേരിട്ട് ബാധിക്കുന്ന രാജ്യം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് എന്ന് മനസ്സിലാക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് തങ്ങൾക്കൊരു അഡീഷണൽ പ്രൊട്ടക്ഷൻ വേണം എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഇസ്രയേലുമായി അബ്രഹാമിക് കരാർ 2020 ഏർപ്പെട്ട് കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഇത് 6 വർഷം കഴിയുന്നു അബ്രഹാമിക് കരാർ ഏർപ്പെട്ടിട്ട്. അത് മറ്റു രാജ്യങ്ങൾ, സൗദിയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും നേരിടുന്നപ്പോഴും ബഹ്റൈനും UAEയും മാത്രമാണ് ഇസ്രയേലിനോട് സന്ധി ചെയ്തുകൊണ്ട് ആദിപിതാവായ, അവർ വിശ്വസിക്കുന്ന ആദിപിതാവായ അബ്രഹാമിൻ്റെ പേരിൽ കരാർ ഒപ്പിട്ട സമാധാന കരാറാണ്. അതനുസരിച്ച് UAEയുടെ സംരക്ഷണ ചുമതല കൂടി ഇപ്പോൾ ഭാഗികമായി ഇസ്രയേൽ ഏറ്റെടുത്തിരിക്കുന്നു. ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ UAEയിൽ ഹൈപ്പർ ആക്റ്റീവായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് വലിയ ആക്രമണങ്ങൾ, UAEയിലൊക്കെ ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്, ജനവാസ മേഖലകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട്. അവിടേക്കെങ്ങാനും ഏതെങ്കിലും രീതിയിൽ ഇറാൻ്റെ ആക്രമണം വന്നാൽ അത് അടുത്ത ഘട്ടത്തിൽ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇറാൻ ആത്യന്തികമായി അളമുട്ടിയാൽ ഒരുപക്ഷെ സോഫ്റ്റ് ടാർഗറ്റ്സ് തിരഞ്ഞെടുക്കും. മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് അല്ല, അമേരിക്കൻ താവളങ്ങളല്ല, മറിച്ച് ജനവാസ കേന്ദ്രങ്ങൾ ഇറാൻ ടാർഗറ്റ് ചെയ്താൽ UAEക്ക് വലിയ നാശനഷ്ടമുണ്ടാകും. അതുമാത്രമല്ല, പരിഹരിക്കാനാവാത്ത രീതിയിൽ വിശ്വാസ്യത തകരും, അവിടെ ടൂറിസ്റ്റുകൾ വരാത്തൊരു അന്തരീക്ഷം ഉണ്ടാകും, ഇക്കോണമി തകരും, എണ്ണപ്പാടങ്ങൾ കത്തിപ്പോയേക്കാം, ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് തീർച്ചയായും ഒരു കോഷ്യസ് അപ്രോച്ചാണ്. ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം പഴുതറ്റ
വ്യോമ പ്രതിരോധ സംവിധാനമാണ് പൊതുവെ. എങ്കിലും ഇസ്രായേൽ അതെല്ലാം ലംഘിച്ചുകൊണ്ട് അയൺ ഡോം തുളച്ചുകൊണ്ട് എത്രയോ മിസൈലുകളാണ് ഇസ്രായേലിനുള്ളിൽ വന്ന് വീണത് എന്നും നമ്മൾ കണ്ടതാണ്. എങ്കിൽ പോലും ഒരു അഡീഷണൽ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ നൽകുകയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അതുകൊണ്ട് മൾട്ടി ഡയമെൻഷനിലാണ് UAEയുടെ ഒരുക്കങ്ങൾ. പൂർണ്ണമായി സൗദിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല, പൂർണ്ണമായി അമേരിക്കയെ വിശ്വസിക്കുന്നില്ല. വേണ്ടി വന്നാൽ ഇറാനുമായി ഒന്ന് കൈകോർക്കാൻ രഹസ്യമായി ഇറാനും UAE തമ്മിൽ ചില സംഭാഷണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുമുണ്ട് കഴിഞ്ഞ ഈ യുദ്ധം 2ാം റൗണ്ട് പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപ്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് കുറച്ച് പ്രായോഗികമായ നിലപാടുകൾ എടുക്കേണ്ടി വരുന്നു. അവർക്കറിയാം, നമുക്ക് സുഹൃത്തുക്കളെ മാറ്റാനാവും, ഭൂമിശാസ്ത്രത്തെ മാറ്റാനാവില്ല. ഇഷ്ടപ്പെട്ടാലും ഇല്ല എങ്കിലും ഇറാൻ എന്ന വൻപൻ രാജ്യം അയൽ രാജ്യമായി, കാരണം അക്രോസ് ദി ഹോർമൂസ് സ്ട്രെയ്റ്റ് ഇറാൻ എന്ന മഹാമേരു അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് പൂർണ്ണമായി പിണക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. അങ്ങ് അകലെയുള്ള ചങ്ങാതിയായ അമേരിക്കയെ എത്ര കാലം പൂർണ്ണമായി ആശ്രയിച്ചു നിൽക്കും എന്നത് ഒരു വിഷയമാണ്. തങ്ങളുടെ സമ്പത്ത് സുഗമമായ രീതിയിൽ വിനിയോഗിക്കണം. അവിടെ വേണ്ടത് സമാധാനമാണ്. UAEയുടെ നമ്പർ 1 ഡിമാൻഡ് ഈസ് പീസ്, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, പീസ്ഫുൾ എൻവയൺമെൻറ്റ്. ബിസിനസ് നന്നാകാൻ, അല്ലെങ്കിൽ എണ്ണ ഉത്പാദനം, അല്ലെങ്കിൽ ടൂറിസം സുഗമമായി നടക്കാനുള്ള ഒരു കളം ഒരുങ്ങുന്ന എന്ത് നീക്കുപോക്കിനും തയ്യാറാണ്. പക്ഷേ ഇതിനിടയിൽ UAE ചില ശക്തമായ പ്രസ്താവനകൾ നടത്തും. മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ, തങ്ങൾക്കെതിരെ ഒക്കെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടി കൊടുക്കണമെന്ന രീതിയിൽ ചില തീവ്രമായ പ്രസ്താവനകൾ UAEയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇതൊക്കെ നയതന്ത്രപരമായി അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഒരു രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ തങ്ങൾക്ക് ഒരു അഭിപ്രായമുണ്ടെങ്കിൽ അത് തുറന്ന് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ വളയ്ക്കുകയേ ചെയ്യാവൂ, ഒടിക്കരുത് എന്ന ഒരു പ്രമാണം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് ആത്യന്തികമായി ഇറാനോട് സഹകരിച്ചു മാത്രമേ ഭാവിയിൽ ഈ യുദ്ധമൊക്കെ അവസാനിക്കും. പുതിയ രാഷ്ട്രീയമാണ് വരാൻ പോകുന്നത്, പുതിയ രീതികളുടെ പുതിയ ചങ്ങാത്തങ്ങൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ദീർഘകാല പദ്ധതികൾ, പോളിസീസ്, കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ പ്രായോഗികമായ ഒരു നിലയിൽ തന്നെയാണ് UAE കാര്യങ്ങളെ കാണുന്നത്.